നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശവും. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെ എന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിജിറ്റൽ യുഗത്തിന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ ചുവടുവെക്കുമ്പോഴും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ഒരു ശീലമാക്കി കൂടെ കൂട്ടിയ ഒരു പഞ്ചായത്തുണ്ട്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉണ്ട്. നമസ്കാരം ശ്രീമതി ലേജു. ഇതുവരെയുള്ള ഭരണകാലയളവിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം. പ്രസിഡന്റ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇതുവരെയുള്ള നേട്ടങ്ങൾ ഗ്രാമസഭ വഴി ജനങ്ങളുടെ ആവശ്യമാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഓരോ മേഖലയിലും, അത് കാർഷിക മേഖല, അതുപോലെ പശ്ചാത്തല മേഖല, അത് ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാർഷിക മേഖലയിൽ തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കർഷകരെയും അതുപോലെ പാടശേഖര സെക്രട്ടറിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഭരണസമിതിയും ചേർന്നുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ. ഇപ്പോൾ ഒരു 15 ഹെക്ടറോളം തരിശുരഹിതമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഏതു മേഖലയിലും, പച്ചക്കറി കൃഷിയായാലും അതുപോലെ നെൽകൃഷി, അങ്ങനെ എല്ലാ കൃഷി മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള കുതിപ്പ് നമ്മുടെ പഞ്ചായത്തിന് നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം. തീർച്ചയായും ഇത്തരത്തിൽ ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി തന്നെ കാണാനുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു പഞ്ചായത്താണ് ഈ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. ഇത്തരത്തിൽ ഈ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഈ വന്യജീവി ആക്രമണം അടക്കം. ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം, അതല്ലെങ്കിൽ നശിപ്പിക്കൽ, കൃഷിയിടം നശിപ്പിക്കുന്നത്, അത്തരത്തിൽ എന്തെങ്കിലും അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കാൻ ശ്രദ്ധിക്കുന്നത്? പച്ചക്കറി കൃഷിയിൽ നൂതന പദ്ധതിയായി കാർഷിക വിള ആരോഗ്യ കേന്ദ്രം എന്നൊരു പദ്ധതി തുടങ്ങി. അത് ഇപ്പം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷിക്കാരുടെ ഇപ്പം ഡോക്ടർ രോഗി എന്ന രീതിയിൽ നമ്മളെ കൃഷിഭവനും കർഷകരും അവരനുഭവിക്കുന്ന പച്ചക്കറി അതുപോലെയുള്ള സസ്യങ്ങൾക്കുള്ള അസുഖങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള കൃത്യമായ മരുന്ന് നൽകുക എന്നൊരു ഡോക്ടറായത് കൃഷി ഓഫീസർ. അപ്പൊ കൃഷി ഓഫീസറെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വന്യമൃഗത്തിന്റെ കൂടുതലായിട്ടുള്ള ശല്യം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മളെ പഞ്ചായത്തിന്റെ തന്നെ പുത്തൂർ വഴുതന. അപ്പോൾ പുത്തൂർ വഴുതന നൂതന പദ്ധതിയായി ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷം അംഗീകാരം ലഭിച്ചു. അപ്പൊ പഞ്ചായത്ത് ഭൗമസൂചിക പദവിയിലേക്ക് പുത്തൂർ വഴുതന നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ സ്വയം നിർമ്മിച്ച വിത്താണ് പുത്തൂർ വഴുതന. അപ്പൊ നല്ല രീതിയിൽ അത് കൃഷി ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ചില്ലീസ്, അങ്ങനെ ഏത് മേഖല, ഏത് ജലസേചന പദ്ധതി, കൃഷിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. കരിവെള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് VCB MLA ഫണ്ട് ഉപയോഗിച്ച്
MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മളത് പരമാവധി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. തന്നെ നമ്മൾ ഈ ഒരു പഞ്ചായത്തിനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പറയുന്നത് ഈ 14 വാർഡുകളാണ് അവിടെയുള്ളത്. ഇതിൽ 32 ലൈബ്രറികളുണ്ട്. ഈ ഒരു അപൂർവ നേട്ടം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അത് നമ്മളെ പഞ്ചായത്തിൽ 14 വാർഡുകളിലായി 32 ലൈബ്രറികളാണ്. 32 ലൈബ്രറികളും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ 32 അപ്പൊ പഞ്ചായത്തിന് ഒരു ആരും വെക്കാത്തൊരു പദ്ധതിയാണെന്ന് തോന്നുന്നത്. സമഗ്ര വായനായജ്ഞം എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വായന എങ്ങനെ സജീവമാക്കാം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ ഏത് ബീഡി കമ്പനി ആയാലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലായാലും വായന എങ്ങനെ പരിപോഷിപ്പിക്കാം, സ്നേഹം, കൂട്ടായ്മ ഇതൊക്കെ വളർത്തിയെടുക്കുന്നത് വായനയ്ക്ക് നല്ലൊരു പങ്കുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ കൂടുതൽ വായനയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പൊ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തന്നെ വായനായനം എന്നൊരു പദ്ധതി കൂടി ഇതിന്റെ തുടർച്ചയായി ഇപ്പൊ വീട്ടുമുറ്റങ്ങളൊക്കെ സജീവമാണ് ഇപ്പൊ കരുവള്ളൂർ പെരളം പഞ്ചായത്തിൽ. അപ്പൊ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ വായനശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ എടുത്തു പറയുമ്പോൾ തന്നെ ഈ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ അവർക്ക് എത്രത്തോളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? ലൈഫ് 2020 ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടികജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും 91 പേർക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ലിസ്റ്റിലുള്ള 106 പേർക്കും ഭവനം ലഭ്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭരണവർഷം തീരുമ്പോൾ തന്നെ ഈ മുഴുവൻ പേർക്കും നമുക്ക് ലൈഫ് ഭവന പദ്ധതി വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ച് നമുക്കറിയാം, നമുക്കൊരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഉള്ളത് കയറിക്കൂടാൻ ഒരു കൂരയാണ്. അത് കൊടുക്കാൻ നമ്മളെ ഭരണസമിതി നേതൃത്വത്തിൽ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് ഈ സഹായം എത്തിച്ചു കൊടുക്കാൻ പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളക്ഷാമം എല്ലാം നേരിടുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. വേനൽക്കാലമാണ്. ഇത്തരത്തിൽ ജനങ്ങളിലേക്ക്, വീടുകളിലേക്ക് എല്ലാം കുടിവെള്ളം പൂർണ്ണമായും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പഞ്ചായത്തിന് കുടിവെള്ളം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ആ സമയത്ത് തന്നെ മഴ ലഭ്യമായത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ജലജീവൻ മിഷൻ പദ്ധതികളൊക്കെ എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെ തന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ജലക്ഷാമം നേരിടുന്ന ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള ഭരണസമിതി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് പോലെ ഒരു ഗ്രാമീണത എല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ ഈ ഒരു പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ജലാശയങ്ങളെല്ലാം ഉള്ള സ്ഥലമാണോ? ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? തോടുകളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. തോടുകളൊക്കെ ശുചിത്വമാക്കിക്കൊണ്ട് എല്ലാ വർഷവും പദ്ധതി വെച്ചുകൊണ്ട് കുളങ്ങളും തോടുകളും പുഴകളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിദരിദ്ര മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു എന്നറിയാൻ സാധിക്കുന്നു. ഈ നേട്ടം എങ്ങനെയാണ് കൈവരിച്ചത്? അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 2-3 കാര്യങ്ങളിലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്ത്, അതുപോലെ ശുചിത്വ പഞ്ചായത്ത്, അങ്ങനെ 2-3 അതൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കിയ പഞ്ചായത്താണ് കരുവള്ളൂർ പെരളം പഞ്ചായത്ത്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒന്ന് ലൈഫ് ഭവന പദ്ധതി, ഒന്ന് അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്ത്. ഇപ്പൊ സർവേ നടത്തിയത് പ്രകാരം നമ്മൾ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, മരുന്ന്, വീട് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് നൽകി. അതുപോലെ വീട് റിപ്പയറിങ് വേണ്ടുന്നവർക്ക് അത് ചെയ്തു കൊടുത്തു. സ്വയം തൊഴിൽ പദ്ധതികൾ മൈക്രോ പ്ലാൻ വഴി നമ്മൾ പല 2-3 പേർക്ക്
സ്വയം തൊഴിലിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് അത്രയും പേരെ നമ്മൾ ഈ അതിദാരിദ്ര്യത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ അവരെ അതിദാരിദ്ര്യ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ടും പദ്ധതി വെച്ചുകൊണ്ട് വീണ്ടും അവരെ ദാരിദ്ര്യത്തിലേക്ക് ചെന്നെത്തിക്കാതെ സംരക്ഷിക്കാനുള്ള എല്ലാ പദ്ധതികളും പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ വിദ്യാർത്ഥികൾക്കായാൽ തന്നെയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാലും എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സഹായമായി ലഭിക്കുന്നത്? സ്കൂൾ കേന്ദ്രീകരിച്ച് പദ്ധതികളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത്, നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ടും അവർക്ക് വേണ്ടുന്ന സ്കൂൾ യൂണിഫോം, പുസ്തകങ്ങൾ, ഇതൊക്കെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് SSKയുടെ സംയുക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് ഈ വർഷം ചെയ്തത് നമുക്കറിയാം, സ്പോർട്സ് അധ്യാപകരില്ലാത്തൊരു പ്രശ്നം, നമ്മളെ PT അധ്യാപകരില്ലാത്ത പ്രശ്നം നേരത്തെ കണ്ടുകൊണ്ട് തന്നെ ഒരു PT അധ്യാപകനെ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം ഒരവർ PT അധ്യാപകന്റെ സേവനം നൽകുന്നതിന് വേണ്ടി ഇപ്പം കായിക മേഖലയിൽ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു നോക്കിയാലും കരുവള്ളൂർ സ്കൂൾ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നല്ല നിലവാരം പുലർത്തുന്ന സ്ഥാപനമാണ്. ഹൈസ്കൂളിന് PT അധ്യാപകനുണ്ട്. മറ്റ് UP LP സ്കൂളുകൾക്ക് ഇല്ലാത്തൊരു കുറവ് പരിഹരിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ശുചിത്വ മേഖലയിൽ ശുചിത്വ പ്രഖ്യാപനം, എല്ലാ വിദ്യാലയങ്ങളും ശുചിത്വ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. കുട്ടികളെ ശുചിത്വ ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിരവധി ബോധവൽക്കരണ ക്ലാസുകളും സജീവമായ പ്രവർത്തനങ്ങളും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി പദ്ധതികൾ നമുക്കൊരു ടൂറിസം പദ്ധതി DPR ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ അതിന്റെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ അതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അതിന് കുറെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയെ കൂടുതൽ കരുവള്ളൂരിന്റെ അരി, കരുവള്ളൂർ പെരളം പഞ്ചായത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, നമുക്കറിയാം കരുവള്ളൂരിന്റെ ചരിത്രം, ഭൂമിക്കും ഭക്ഷണത്തിനും വേണ്ടി നടത്തിയ സമരം നമ്മളെ മുന്നിലുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയത് കരുവള്ളൂരിനെ. അപ്പൊ അതേ പ്രാധാന്യം കൊടുത്തു തന്നെ സ്വന്തമായി നെല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അരി നമ്മുടെ പഞ്ചായത്തിൽ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഒരു സ്വപ്നം പോലെ മുന്നിൽ കാണുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ. ജനങ്ങളിലേക്ക് കൂടുതൽ പദ്ധതികൾ എല്ലാം എത്തേണ്ടതുണ്ട്. ഈ പഞ്ചായത്തിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ലൈബ്രറി 14 വാർഡുകളിലായി 32ഓളം ലൈബ്രറികൾ എന്നുള്ള അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. സമഗ്ര വായനാ യജ്ഞം, അതോടൊപ്പം തന്നെ അതിദരിദ്ര മുക്ത പഞ്ചായത്ത് എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളും അതോടൊപ്പം അംഗീകാരങ്ങളും എല്ലാം ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടോ? ഇതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരിടുന്നില്ല. അപ്പൊ ഒരു കാര്യം കൂടെ എന്റെ കൂടെ കുട്ടികളുടെ കൂട്ടത്തിൽ സ്കൂളിന്റെ കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ നമ്മുടെ ബഡ്സ് സ്കൂൾ വളരെ ഹൈടെക് എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളാണ് നമ്മളെ ക്ഷേമാലയം ബഡ്സ് സ്കൂൾ. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു സ്കൂളായി മുന്നോട്ട് വരികയാണ്. അപ്പൊ നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ നോട്ട് ബുക്ക് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് വേണ്ടുന്ന സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായി കുട്ടികൾ തന്നെ PTA എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് തന്നെ അവര് പച്ചക്കറി കൃഷി എടുത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ. അത് വിട്ടുപോയാൽ അത് വലിയൊരു മാനസിക പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ തന്നെ വീണ്ടും ഓർമ്മിച്ച് പറഞ്ഞത്. അപ്പൊ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. നമ്മുടെ കുട്ടികൾ സംസ്ഥാന തലം വരെ അവരെ കലാമേളകളിൽ സമ്മാനമൊക്കെ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ഭിന്നശേഷി കലോത്സവത്തിൽ അടക്കം മികച്ച
പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വയം തൊഴിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ആണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ലേജു. ഇനി ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക ആണ്. ഏറാമല പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കും മുൻപ് ഒരിടവേള.